ഗുഡ് മോർണിംഗ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാനുള്ളത് വീട്ടിലാണ്. എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഞാൻ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഡ്രസ്സൊക്കെ അലക്കിയിട്ട്, അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് നേരത്തെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എനിക്ക് ചായ എടുത്തത്, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വായിക്കാത്ത ഇപ്പോഴാണെങ്കിലും കയ്പ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ പനി പൂർണ്ണമായിട്ട് മാറാതെ ആ കയ്പ്പ് മാറിയല്ലോ. ഇപ്പോഴാണെങ്കിലും നല്ല രീതിയിൽ കയ്പ്പുണ്ട്. എന്ത് കഴിച്ചാലും ആ ഒരു സമയത്തേക്ക് മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും കയ്പ്പാവും. പിന്നെ അപ്പായും അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കുന്നതിനൊരു 11 മണി 11:30 ആ ഒരു സമയത്താണ് ചായ കുടിക്കുന്നത്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ആ സമയത്ത് എഴുന്നേറ്റിട്ടില്ല. ചേച്ചി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു കേട്ടോ. അതുകൂടാതെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ബുൾസൈ ഉണ്ടാക്കിത്തരാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും ഉണ്ടാക്കി തന്നു. അതും ഞാൻ കഴിച്ചു കേട്ടോ. അതെനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷെ അമ്മയ്ക്കത് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളുമ്പ് സ്മെല്ല് വരും. ആ ഒരു ഇത് കാരണം അമ്മയ്ക്കത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. അമ്മ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, കുഴപ്പമില്ല. പക്ഷേ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അമ്മ എനിക്ക് ബുൾസൈയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നത് കേട്ടോ. അപ്പോൾ ഫോർക്കും സ്പൂണും വെച്ചിട്ട് വേണം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കേട്ടോ 2 സൈഡിലും ഇരിക്കുന്നത്. അതെന്ത് ചെയ്യണം, എങ്ങനെ പിടിക്കണമെന്ന് അറിയത്തില്ല. കാരണം വെച്ചാൽ ഉടഞ്ഞു പോവും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പപ്പായും അമ്മയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പാപ്പ വന്നു, പപ്പയുടെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പയുടെ അനിയനോടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതെങ്ങനെ മുറിക്കണോ എവിടെ നിന്ന് മുറിക്കണോ എന്നറിയത്തില്ല. അതിങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അതെങ്ങനെയൊക്കെയോ മുറിച്ച് ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ നോക്കിയപ്പോൾ അവിടെ മീൻ വറുന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കിളിമീനായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കിളിമീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരം ടി വി കാണാമെന്ന് വെച്ച് ടി വിയിൽ എൻ്റെ വീഡിയോ തന്നെ ഇരുന്ന് ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പിന്നെ പനിയൊക്കെ ആയിട്ട് വെറുതെ ഇരുന്നതുകൊണ്ട് ടി വിയിൽ എൻ്റെ വീഡിയോ തന്നെ ഇട്ട് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വറുത്ത കിളിമീൻ കറിയും പിന്നെ മീൻ കറിയും പിന്നെന്താ തോരനും അച്ചാറും ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് നല്ല ഒന്നാന്തരം ചോറും ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് കുറവായിരിക്കും കേട്ടോ. ആദ്യമൊക്കെ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. പിന്നെ ആകുമ്പോൾ സൗണ്ട് കുറച്ച് കേൾക്കുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ കുറച്ച് പോർഷൻ കുറച്ച് ആദ്യത്തെ പോർഷൻ വീട്ടിൽ വെച്ച് എഡിറ്റ് ചെയ്തതും ബാക്കിയൊക്കെ ഓഫീസിൽ വന്നിരുന്നിട്ടും കേട്ടോ ഞാൻ ചെയ്യുന്നത്. മടി കൊണ്ട് ഞാൻ ചെയ്യാതിരുന്നതാണ്. എൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അങ്ങനെ അതാണ് കേട്ടോ. അതുപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടായിരിക്കും കൂടുതലും കേൾക്കുന്നത് കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിലും പറയുന്നത് കേട്ടോ. അത് മൈൻഡിൽ വെക്കണ്ട, വോയിസ് മാത്രം കേട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചേച്ചിയെ കൊണ്ടുവിടാറായി കേട്ടോ. കൊണ്ടുവിടുന്ന വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ വന്നപ്പോൾ താഴെ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ ചേച്ചി താഴെ വരെ ഞാനും അമ്മയും കൂടെ ഇറക്കി വിട്ടു കേട്ടോ. അപ്പം അങ്ങനെ ചേച്ചി പോയി കഴിഞ്ഞ് ഒരു 5 മണി 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അമ്മ ചായ ഇട്ട് തന്നു. ചായയും 50-50 ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാനും പപ്പായും അമ്മയും കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.